ശ്രീ പി കെ ഗോപൻ, ഇതിനു മുമ്പ് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ശ്രീ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് തെളിവില്ലാതെയാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. SIT എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കൃത്യം തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീ പി കെ ഗോപൻ? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. ഞാൻ അന്ന് താങ്കളുടെ തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ചത് ശ്രീ എൻ വാസുവിനെ SIT അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് കൃത്യമായ തെളിവോടുകൂടി ആയിരിക്കണം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായി രക്ഷപ്പെടാൻ അവസരം കിട്ടും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT എടുക്കുന്ന ഈ നിലപാടിൻ്റെ പിന്നിൽ തന്നെയാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷവും. അത് എൻ വാസു അല്ല, ആരിലേക്ക് എത്തിയാലും അവരെ സംരക്ഷിക്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. 27-ാം വയസ്സിൽ തന്നെ രാഷ്ട്രീയ പദവി, 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി, PK ഗുരുദാസൻ അഡീഷണൽ PS, പരിപൂർണ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ച് ദേവസ്വം കമ്മീഷണർ, തൊട്ടു പിന്നാലെ ദേവസ്വം പ്രസിഡന്റ്. നീ കുറെ നേടുന്നുണ്ടല്ലേ. അടിമുടി പാർട്ടിക്കാരനാണ് ശ്രീ PK ഗോപൻ. അന്വേഷണ വഴിക്ക് പോകട്ടെ എന്ന പതിവ് മറുപടി, എപ്പോഴും പറയുന്ന മറുപടി ഇതിന് മതിയാവുമോ? അകത്തായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീ PK ഗോപൻ, അതും ഒരു കാട്ടുകൊള്ളയിൽ ആരവർത്താനം പറയില്ലെന്ന് പറഞ്ഞാൽ മതിയാവുമോ? അങ്ങ് ശ്രീ എൻ വാസു സാറിൻ്റെ ബയോഡേറ്റ അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്താണ്, യൗവനകാലത്താണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായതും പാർട്ടി പ്രവർത്തകനായിരുന്നതും. അഴിമതി വിമുക്തമായിരിക്കുന്ന അനേകം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ഒരാളായിരുന്ന ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശ്വസ്ത ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു അഴിമതിയുടെ ലാഞ്ചനയുള്ള ഒരാളെ അവിടെ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് എൻ വാസു. പാർട്ടി നേതൃത്വത്തിൽപ്പെടാത്ത ഒരാളെ വളരെ അംഗീകാരം പിടിച്ചു പറ്റിയ ഒരു IAS കേഡറെ കൊടുത്തത് ശബരിമലയെ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു മാൽ പ്രാക്ടീസും സംഭവിച്ചുകൂടാ. പാർട്ടി ബന്ധമുണ്ട്, ശ്രീ ഹാഷ്മി, പാർട്ടി ബന്ധമുണ്ട്. അയാൾ ഉദ്യോഗസ്ഥനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ്. ഉദ്യോഗസ്ഥൻ നേരെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ്. പാർട്ടിയുടെ സ്വന്തക്കാരനാണ്. അതുകൊണ്ടാണ് അങ്ങ് വാസു സാർ ഇപ്പോഴും പറയേണ്ടി വരുന്നത്. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, ശ്രീ ഞാൻ എല്ലാവരെയും അങ്ങനെ വിളിക്കുള്ളൂ സാർ. ഇവിടെ ഇരിക്കുന്ന റിജിൽ മാക്കുറ്റി എന്നേക്കാൾ ഇളയതാണ്, പക്ഷേ അദ്ദേഹത്തെ ഞാൻ സാറെന്നെ വിളിക്കും. ഓക്കെ ഗോപൻ സാർ. ശ്രീ PK ഗോപൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അയ്യപ്പ സംഘം പൊളിക്കാനുള്ള ഗൂഢാലോചന, പിന്നെ പറഞ്ഞു പോറ്റി പ്രതിപക്ഷ നേതാവിന്റെ ആളാണ്, പിന്നെ പറഞ്ഞു ദേവസ്വം ബോർഡ് ഉത്തരവിനെ അട്ടിമറിച്ച കുറച്ച് ഉദ്യോഗസ്ഥരെ പങ്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇപ്പോ വരുന്നത് ആ തട്ടിപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർവാദത്തോടെ ഇന്ന് പകൽ പോലെ ഇപ്പൊ തെളിയാണ്. പോയൊരു ചർച്ചയിൽ അഡ്വക്കേറ്റ് KR അനിൽകുമാർ പറയുന്നത് കേട്ടു, ഇത് കോടതി ഉദ്യോഗസ്ഥരെ എങ്ങനെ അന്വേഷിക്കുന്നത് പ്രേരിപ്പിക്കണം, ശരിയാണെന്ന് പറയുന്നത് കേട്ടു. അയാൾ അവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. ഈ വാദങ്ങളൊക്കെ ഇനി നിൽക്കുമോ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർവാദത്തോട് കൂടി നടന്ന കാട്ടുകൊള്ളയാണ്. കേരളം ചരിത്രത്തിൽ നിന്നവരെ കാണാത്ത കൊള്ളയാണ് PK ഗോപൻ. ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആളുകളാണ് കോൺഗ്രസും BJPയും. മുരാരി ബാബു കോൺഗ്രസ് ആണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വഹിന്ദു പരിഷത്താണ്, KS ബൈജു INTCയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആണ്. അങ്ങനെ കോൺഗ്രസും BJPയുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എൻ വാസു അക്കാര്യത്തിൽ കുറ്റവാളിയാണെങ്കിൽ ഒരു കാരണവശാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉസ്താദ് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആൾ എൻ വാസു CPM-കാരനാണ്. അപ്പൊ CPM മറുപടി പറയണ്ടേ? ഇവൻ ശരിയല്ല. CPIM ഭരിക്കുന്ന ദേവസ്വം ബോർഡ് മാത്രമല്ല, നിങ്ങൾ 3 സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവിടൊക്കെ മന്ത്രിമാരായിട്ടുണ്ട്. ഒരാളും ഒരു കോടതി വരാതെയും നിൽക്കുന്നില്ല. ശ്രീ കാശ്മി, ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ട് മുതൽ അഖിലേന്ത്യാ നേതൃത്വം വരെ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു തരത്തിലും അഴിമതിയെ ഞങ്ങൾ സംരക്ഷിക്കില്ല. ഒരാളെ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ? ഒരു അഴിമതിക്കാരനെയോ അഴിമതിക്കാരനെയോ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാവോ? ഞങ്ങൾ ആവശ്യമായ ആരാണോ ഇതിന് ഉത്തരവാദികൾ? അതുപോലെ കോടതിയുടെ കാര്യത്തിലും നിങ്ങളിപ്പോ നേരത്തെ സംശയം ഹൈക്കോടതിയുടെ പേര് സംശയം കൊണ്ടുവന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ എടുത്ത നിലപാടെന്താ? നേരെ വിപരീതമാണ്. അവരിത് കൃത്യമായിട്ട് തെളിയിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്.
നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ആളെ എന്തിനാ കുന്തം വിഴുങ്ങാനാണ് അവിടെ വെച്ചത്? ഈ സാധനം കക്കുമ്പോ അയാൾ എന്താ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അയാൾ കുന്തം വിഴുങ്ങിയില്ല. അല്ല, റിജു ബാബുജി കുന്തം വിഴുങ്ങിയിരിക്കായിരുന്നില്ല. അയാൾ കക്കൽ നേതൃത്വം കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അഴിമതിക്കെതിരായി പുറപ്പുറം തൂങ്ങുന്നവർ, സംസാരിക്കുന്നവർ അഴിമതി പണ്ടാരവാണികള്. ശ്രീ അസ്കർ, റിമാൻഡ് റിപ്പോർട്ടിൽ വാസുവിന്റെ പങ്ക് വളരെ കൃത്യമായി കണ്ടെത്തിയ കാര്യം SIT പറയുന്നുണ്ട്. വാസു പൊളിറ്റിക്കൽ നോമിനിയാണ്. പൊളിറ്റിക്കൽ നോമിനി എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയല്ല, പൊളിറ്റിക്സ് തന്നെയാണ്, അത് പാർട്ടി തന്നെയാണ്. CPM ഈ വിഷയത്തിൽ ഇനി ഈ പറയുന്ന അരവർത്താനം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ശ്രീ ഭാസ്കർ? ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാധ്യമ വിചാരണയുടെ സമ്മർദ്ദത്തിലുമാണ് SIT ഇപ്പോൾ വാസു സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വാസു സാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിയുടെ 9 ഞാൻ അങ്ങ് അയച്ചു തരാം. 1, 2, 3 ഞാൻ അങ്ങ് അയച്ചു തരാം. 9 ഉത്തരവ് ഞാൻ അയച്ചു തരാം. കോടതി പറയുന്ന കാര്യങ്ങൾ മാരകവും അതിഭീകരവുമാണ്. കോടതിയുടെ ബോധ്യം പറയുന്നതാണ്, അത് പരാമർശമൊന്നുമല്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഒരു 75 വയസ്സുള്ള മനുഷ്യന്റെ ഇത്രയും കാലത്തെ ജീവിതം അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോ നേരത്തെ റിജിലും അതുപോലെ ശ്യാമവും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ പോറ്റിയെന്ന് വിളിക്കും, വാസുവിനെ കള്ളനെന്ന് വിളിക്കുക. വാസു സാറിനെ നിങ്ങൾ കള്ളെന്ന് വിളിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇപ്പൊ ഒരു കുറ്റാരോപണത്തിലേക്ക് ഞാൻ വരാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മഹാനായ പോറ്റി ആരും പറയുന്നില്ല, ബഹുമാനപ്പെട്ട പോറ്റി എന്ന് പറയുന്നില്ല, നാട്ടുകള്ളം പോറ്റി എന്നാ പറയുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ പറയുന്ന ആളുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസു സാറിന്റെ നിറമാണോ? അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം? ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. അപ്പൊ ആ രീതിയിൽ ആക്രമിക്കണം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ കാട്ടുകൊള്ളക്കുള്ള ആദ്യ പണി കൊടുത്ത നിറം പറയല്ലേ, ആ ഇരവാദം പറയല്ലേ, ആ ഇരവാദം പറയല്ലേ. അല്ലല്ല, ഇരവാദമൊന്നുമല്ല, അല്ലല്ല. തൊലി കറുത്തു പോയതുകൊണ്ടാണോ എന്റെ സമയല്ലേ ഈ തൊലി വെളുത്ത പോറ്റിക്കൊപ്പം ഇപ്പൊ ഇയാളകത്ത് കിടക്കുന്നത്? അങ്ങനെ പറഞ്ഞോളല്ലേ. ഞാൻ പറയാം, 2 ലിമ്പിലുള്ള ആരോപണം. ഒന്നാമത്തെ ലിമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ 16/2/2019 ഒരു നോട്ട് വരുന്നു. ഇങ്ങനെ ഈ സ്വർണം സ്പോൺസർക്ക് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു നോട്ട് വരുന്നു. ഈ നോട്ട് ആദ്യം ലഭിക്കുന്നത് ക്ലർക്കാണ്. ക്ലർക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ആ ഫയലിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളി എന്ന് മാത്രം എഴുതി. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ നോട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പരിശോധിക്കും, അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ പരിശോധിക്കും. അവരുടെ 2 പേരുടെയും നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വാസു സാറിന്റെ മുമ്പിൽ കമ്മീഷണർ എന്ന നിലയിൽ ആ നോട്ട് എത്തുന്നത്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കണം എന്ന ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഗൂഢാലോചനയും കുറ്റകൃത്യവും ഉപയോഗിക്കപ്പെടുന്ന ഒരു ആരോപണം. ആ കത്തിനകത്തെ സുധീഷ് കുമാർ പറഞ്ഞ സ്വർണം പൂശിയ എന്ന ഭാഗം നൈസായിട്ട് ഒഴിവായി. വാസു സാറിന്റെ മേശപ്പുറത്തോട് കയറി ഇറങ്ങിയപ്പോ ഞാനത് പറയട്ടെ. അത് 3 തലത്തിൽ, അതായത് LDC ആണ് ആ നോട്ട് തയ്യാറാക്കുന്നത്. ആ നോട്ട് നിങ്ങൾ കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ നോട്ടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടാണ് പ്രശ്നം. ആ നോട്ടിൽ തയ്യാറാക്കിയത് ഒരു LDC ആണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. മേശപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും സ്വർണം പൂശിയ ചെമ്പുപാളികൾ, വാസു സാറിന്റെ മേശപ്പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും സ്വർണ്ണമില്ലാത്ത ചെമ്പുപാളികൾ. അതാണ് തട്ടിപ്പിന്റെ ആണിക്കല്ലേ. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. ശ്യാമനെ നോക്കൂ, ഇത് ഒരു കാലാകാലങ്ങളിലേക്കുള്ള തട്ടിപ്പിന് പിടിക്കപ്പെടാതിരിക്കാൻ നിയമത്തിന് ലൂപ്പ് ഹോൾ വഴി ഒരു മാതൃക ഉണ്ടാക്കി കൊടുത്തു ഈ വാസു. ചെറിയ കാര്യമാണോ ശ്യാമരാജ്? ഈ വാസു ഇതുപോലെ പെരുങ്കള്ളനെ വിളിക്കുക സാറ്.
ഇവർക്ക് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്നേ. ഇവരുടെ സാറാണ്. ഇവർക്ക് ഈ സാറുമാരെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? എന്തായാലും പഠിപ്പിക്കുന്ന ആൾക്കാരാണ് സാറ്. ഇവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കള്ളത്തരം പഠിപ്പിക്കുന്ന, കൊള്ള പഠിപ്പിക്കുന്ന സാറാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് സാറിന് ഇവർക്ക് വിളിക്കേണ്ടി വരുന്നത്. ഒരു പറയുന്നൊരു നാണം വേണ്ട കാശ്മീർ. ഉണ്ണികൃഷ്ണൻ പോയിട്ട് VHP കാരനാണ് പോലും. എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഈ തെളിവ്? ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഏത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒപ്പം ഇരുന്നിട്ട് ചായ കുടിക്കുന്ന, കല്യാണത്തിന് പോകുന്ന, അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് VHP കാരനാണത്രേ. എന്താ ഉറക്കം വരുന്നു പറയുന്നതിനോട് നാണം വേണ്ട. ശബരിമലയിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കയറി ഇറങ്ങി അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാളും ദേവസ്വം മന്ത്രിയെക്കാളും സ്വാധീനമുള്ള നിങ്ങൾ ഭരിക്കുമ്പോ അങ്ങനെ സ്വാധീനം ഉണ്ടാക്കിയ ഒരു വ്യക്തി VHP കാരനാന്നൊക്കെ പറയാൻ ചില്ലറ നാണമൊന്നും പോലെ. നാണാവില്ലോടോ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? അദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് പുറത്തോട്ട് പോവാതിരിക്കാന്നുള്ളത്, അതിനെ സംരക്ഷിക്കാന്നുള്ളതാണ്. അത് ചെയ്യാതെ അതിനുള്ള ഒത്താശ ചെയ്തിട്ട് ഇങ്ങനെ നിരത്ത് കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒന്ന് നമ്മൾ ഈ ഇരവാദമൊക്കെ പലതരത്തിലുള്ള ഇരവാദം കാണുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഇരവാദം നടത്താൻ വേണ്ടിയിട്ട് പാടില്ല. ഈ എൻ വാസുവിന് അദ്ദേഹത്തിന് നിറം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഏത് സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് അദ്ദേഹം കള്ളനായത്? അദ്ദേഹം കട്ടതുകൊണ്ടാണ്. കള്ളനല്ല ഹരിചന്ദ്രനൊന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. എന്തായാലും ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്ന ശ്രീ ഹസ്കറിന് ഒരു ന്യായീകരണത്തിന് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.